ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നും സാധാ ചോറും കറിയും കഴിച്ച് മടുത്തവർക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, കുറച്ച് ജീരകം, കുരുമുളക് ഇത് ചതച്ചത് ഇതിലേക്കിടുക. പിന്നെ മാഗി ക്യൂബ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് നിങ്ങൾ ആവശ്യാനുസരണം നോക്കുക. ഞാൻ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. സോ മാഗി ക്യൂബ് ഇടുന്നവർ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്കൊരു വെജിറ്റബിൾ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. സോ ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നിങ്ങൾ എടുത്ത അരിക്കനുസരിച്ചുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കായ്, ഗ്രാമ്പു, കുരുമുളക്, പട്ട ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബ്സും കൂടി ആഡ് ചെയ്യുക. പിന്നെ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ശേഷം വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ റൈസ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ റൈസ് മുഴുവനായിട്ട് വേവാൻ നിൽക്കേണ്ട, ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമുക്ക് ഇത് വാർത്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഈ സെയിം ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് കൂടെ വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ബിരിയാണിക്കൊക്കെ ദമ്മിടും പോലെ മസാലേൻ്റെ മുകളിൽ ഇങ്ങനെ ദമ്മിട്ട് വെക്കുക. കുറച്ചങ്ങനെ റൈസ് ഇട്ടതിന് ശേഷം ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചത് ഈ റൈസിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എഗെയിൻ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെയും റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3-4 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മസാലയും റൈസും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. സോ നമ്മൾ സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.